ഞങ്ങൾ പൂള കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പൂള എനിക്ക് കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. പൂളിയും ഇതും വെള്ളമായതുകൊണ്ട് ഗൈസ് ഞാൻ ഇത് എടുത്ത് കാണിക്കാ കണ്ടോ. പക്ഷെ ഇത് വേറെ ഏതോ കുഞ്ഞുണ്ണി നല്ലോളം ഇങ്ങാണ്ട് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒക്കെ കുറെ കമന്റ് വരുമല്ലോ നല്ലവളാണ്. തറവാട്ടിലേക്ക് വന്നതാണ് കുഞ്ഞോളെ, നമ്മളെ വീടാണ്. ഇത് നമ്മളവിടെ സെറ്റ്. മരിച്ചിട്ടാണ്. ഞാൻ വയനാട്ടിൽ നിന്ന് ഒരുപാട് ഇഷ്ടം. താങ്ക് യു. താമരശ്ശേരിക്കാർക്ക് ഹായ് ഹായ്. 4 മക്കൾക്കും വരാറുണ്ടോ? ഞാൻ ബ്ലോഗിന് അഡിക്റ്റ് ആണ്. മണ്ണാർക്കാട് ഇടക്ക് വരലുണ്ട്. നിങ്ങളെ പേര് എവിടെ പറയുന്നുണ്ട്, ഇന്ന് അവിടെ ഇറങ്ങാലോ. ചോർന്ന് പോകാതെ നോക്കിയാ അതുപോലെ കുഞ്ഞുണ്ണി തെറ്റിയേക്കാണില്ലേ? കുഞ്ഞുണ്ണി താത്താനെ മടിയിലിരുന്നു. വേണ്ട, ഞാൻ ഓളെ മടിയിലിരിക്കാം. കുഞ്ഞുണ്ണി ഇവിടെ ഉണ്ട് ഗൈസ്. ഓള് അവർക്കിരുന്നോ. അല്ല അല്ലെങ്കിൽ സോഫ ഇങ്ങോട്ട് വലിച്ചിടാം. തറവാട്ടിലാണോ? ഇന്ന് എന്താണ് അവരുടെ വീട് പോലെ കൊമ്പൻകാട് കോയ കുഞ്ഞോളെ. പക്ഷെ എഴുതിയിരിക്കണത് കൊമ്പൻ കായ. കുഞ്ഞോളെ ഗ്യാസ് കഴിഞ്ഞോ? ചോറ് തിന്നാൻ പോയതാണോ തറവാട്ടിലേക്ക്? അതെ, ഞങ്ങൾ തറവാട്ടിലല്ല കുട്ടികളെ. ഒരു ദിവസം വീട്ടിൽ വരും. കുഞ്ഞുണ്ണിക്ക് എന്താ മുണ്ടാത്ത? കുഞ്ഞുണ്ണി ഒന്നും ഞങ്ങള് വരുമ്പോ ആ കസാല ഞങ്ങൾ ഇതിങ്ങോട്ട് നീക്കാം. നിങ്ങൾ ഇങ്ങോട്ട് നീക്കുവാ. ഇങ്ങോട്ട് നീങ്ങുവാ. ഇങ്ങനെ ചപരമേക്കാം. പൂള മുന്നിലാണല്ലോ, അതോ കാണില്ലമ്മ. എല്ലാ വീഡിയോയും കാണാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്. താങ്ക് യു. കുഞ്ഞോൾ സുന്ദരി, കുഞ്ഞോൾ ഇഷ്ടം. ഉമ്മയും മനുഷ്യവും എവിടെ? അത്ര ഉള്ളു നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ഇഷ്ടം. ആയിക്കോട്ടെ എന്നാ. കുറക്കല്ലേ പ്ലീസ്, കുറക്കരുത് പ്ലീസ്. ടീഷ ഉറങ്ങി. അവരോട് നമ്മൾ പറയേണ്ടത് മൂക്കുത്തിപ്പെങ്ങളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി? മൂക്കുത്തിപ്പെങ്ങളുടെ ആരെങ്കിലും എന്നാലും ഇങ്ങനെയാണെങ്കിൽ കണ്ണട വെച്ചിട്ട് രസമല്ലോ. പൂളയാണ് ഇപ്പൊ വിഷയം. അതെ, പൂള കയ്യോളം ഇമ്മ പൂള പൂളാന്ന് സ്വലാത് ചൊല്ലും. ആരാ ബ്രോസ്റ്റഡ് പറഞ്ഞവിടെ? കൂട്ടാൻ കരുതിയിട്ടില്ല. അച്ചൊക്കെ പൈസ ഉണ്ട് മക്കളെ. തൊള്ളർന്നാലേ പൈസ ഇട്ടുള്ളൂ. ഇതിൽ ആരാണ് ഗർഭിണി? ഗർഭിണി ഇപ്പൊ അറിയത്തില്ല. ആരെങ്കിലും ആണോ? പ്രത്യേകിച്ച് ചിലപ്പോ ഇമ്മാന്റെ മോം ട്യൂബൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ആണെന്ന് ഞങ്ങളോട് ഞങ്ങളെ വല്യപ്പ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പറയോന്ന് ഞങ്ങൾക്ക് കേക്കണ്ടേ? ഇപ്പൊ ഫോൺ കളിച്ചു ഉണ്ടായിട്ടാണ് ഇന്നാള് ഇവിടെ വന്ന് ഫുള്ള് വർത്താനം. ഇപ്പാന്റെ ചിരി കാണാൻ രസമുണ്ട് നോക്കി എനിക്ക് കമന്റ് അപ്പൊ ആർക്കാ വേണ്ടിയത്? ആർക്കാ വേണ്ടിയ ആയുഷ്മാനെ കൊണ്ടേക്കോടെ, അൻസിപ്പിനെ കൊണ്ടേക്കോടെ, ആരൊക്കെ വേണ്ടിയൊക്കെ കൊണ്ടേക്കോളി. അതാരാ മറ്റോള് ജിൻഷ കാക്കുനെ കെട്ടാൻ വന്നോള്. ആരാണവൾ? അല്ല, അത് ജിൻഷാക്കെ. അതന്നെ, ഐ ലവ് യു. എവിടെയാണ് കാണാനില്ലല്ലോ ഓനെ ഗൈസ്. ഓനെ അതാ ഗർഭിണി ആരും ഇല്ലല്ലേ? വയറാണാൻ വരാൻ പൂജുണ്ടാവോ? നല്ല നീലശാള് കുഞ്ഞോളെ അടുത്ത ബേബി പ്ലാനിങ് ഉണ്ടോ? കുഞ്ഞോളെ അടുത്ത ബേബി പ്ലാനിങ് ഉണ്ടോ? ആ ടീച്ചറിന്റെ മുഖം ഒന്ന് ആലോചിച്ചാണ് ജി അതോള് പറയാന്. ഞങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ മത്സരിക്കണം. വനിതകൾക്കാണ് മുൻഗണന നൽകുന്നത്. ഹലോ ഗൈസ്, ഞാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ചു തരണം. മക്കളൊക്കെ പുറത്ത് കളിക്കാണ്. ഐ ലവ് യു ടു. നിങ്ങളുടെ വീട് എവിടെയാണ്? ആരെ വീട്? പേരറിയാത്തോലാണ്. ഡിഗ്രി ആണോ? ഇബ്രു സൂപ്പറാണ്. ഡിഗ്രി കാക്കു തോറ്റു. അല്ല കാക്കു ഡിഗ്രിക്ക് പോയി. പിന്നെ ഓൻ എന്താണ് തൂങ്ങിയ ബാത്റൂമാണ് പൂട്ടിടും. ഡിഗ്രിക്ക് പോയിട്ട് ഡിപ്രഷൻ. കുട്ടികൾ എല്ലാവരും ഇവിടെ ഒക്കത്തിനും പുറത്ത് കാട്ടിട്ടിരിക്കണത്. സെബീന യു പി നെഗറ്റീവ് പറയുന്നുട്ടോ. നോക്ക് പഠിച്ചോനൊക്കെ നല്ല കുറ്റം വേണ്ടിയത്. ഞാൻ മെയിൻ ആകണം, അതിനാണ് മുന്നിലിരുത്തിക്കണം. ഒരു ഹായ് തരുമോ? ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പ്ലീസ്. ബാക്കിൽ എന്താ സൈലന്റ് ആയി നിൽക്കുന്നത്? ഒരു രണ്ടാളും നല്ലോലാകാൻ വേണ്ടിട്ടില്ലേ പരിശ്രമത്തിലാണ്. ഇമ്മയും കുഞ്ഞുണ്ണിയും രണ്ടാളും അലമ്പിന്റെ അങ്ങേത്തലയാണ് ഗേസ്. ആരാണോ ചോദിച്ചാൽ നിങ്ങൾ താത്തയും അനിയത്തിയാണോ? അല്ലെ ഗേസ്, ഞാൻ ഓളെ ജ്യേഷ്ഠത്തി, ഇന്റെ അനിയത്തി ഓള്.
ഇവിടെ നിങ്ങളെ വീട് ഇന്ന് ചോദിച്ചിട്ടോ ആണോ പോന്നു ഞാൻ ഇന്നലെ രാത്രി വന്നു ഗൈസ്. അതെ, അന്നൂല്ല അല്ലോ. എനിക്കൊരു ഹായ് തരൂ സുമയ്യ. ഹായ് സുമയ്യ. എല്ലാവർക്കും ഹായ്. എന്റെ നെയ്മ് പറയും ഖദീജ സലാം. ഉമ്മ ഉമ്മ ഉപ്പ ലവ് മാരേജ് ആണ്. കുറച്ചോനെ ഓല് ഇപ്പൊ തന്നെ ലവ് അല്ല, പിന്നെ ഇപ്പൊ അന്നത്തെ കാര്യം പറയാണ്ടോ ഗൈസ്. ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റോ ആർക്ക് ഞങ്ങൾക്കൊന്ന് തരുമോ? ഇപ്പൊ മഞ്ഞക്കാടിന് ഭയങ്കര നെല്ലിമ്പലിയാണ് എറിയിട്ട് ഒന്ന് കിട്ടാണ്ടോ? അപ്ലൈ ചെയ്യാൻ എന്റെ മോൾ കിച്ചു വിനു ഒരു ഹായ് പറയുമോ? അൻഷിത നിന്റെ ഫാനാണ്. ഹായ് കിച്ചു. അതിന്റെ കുട്ടിയാട്ടത് കുട്ടി. സ്വന്തം കുട്ടികളെയും കൂടി ഇങ്ങനെ സ്നേഹത്തിൽ വിളിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അനിൽകുമാർ MLA അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ് ഞാൻ. അത് നന്നായി, നല്ലത്. മൂനിക്കൽ കിച്ചൺ എന്തായി? മൂനിക്കൽ കിച്ചൺ പൂട്ടി ഗൈസ്. മൂനിക്കൽ കിച്ചൺ ഞങ്ങളിപ്പോ ഓപ്പൺ ആക്കലില്ല. കാരണം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമായിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കിയ വല്യമ്മേനെ കെട്ടാൻ റെഡിയാണ്. ചിഞ്ചു വെടക്ക്. അതെ, യെസ്, ഐ ആം പ്രൗഡ് ഓഫ്. വടക്ക് മാത്രല്ല വടക്കാണ് ഓള്. ഞാൻ ഓള് വടക്കണ ആളാണ്. ആരോ ഞങ്ങളോട് സലാം വീണ്ടും. അസ്സലാമു അലൈക്കും. ഉമ്മ സുഖമല്ലേ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഇതന്നെ കുറെ വട്ടം പറയണം കേട്ടോ, കാരണം കുറെ ആൾക്കാർ നിങ്ങളെ സലാം പറയുന്നുണ്ട്. സബീന UP. കുറെ ആൾക്കാരെ നിങ്ങൾക്ക് സലാം തരുന്നുണ്ട്. അപ്പൊ ഇതന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. വഅലൈക്കും അസ്സലാം. മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുക. ശരിയാണ്, മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുക. ഇപ്പൊ ഈ കുത്തിർക്കുമ്പോൾ നിങ്ങൾ ഓർത്തോളി. ഉമ്മ ഉപ്പലും ആരാണത്? എവിടെ? കുറിച്ച് എപ്പോഴും ഓർത്തിട്ട് ഇപ്പം അതല്ലേ വെറും മരണാണല്ലോ ഇതില്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോകട്ടെ അപ്പൊ, കാരണം ഇത് ഓർക്കാൻ കുറച്ചേരം സമയം നിങ്ങൾ കാണുമ്പോൾ അത് ഓർക്കണേ. കാണുമ്പോൾ അത് ഓർക്കണ്ടേ? അതാണ് എന്തെങ്കിലും പറയണ്ടേ? പറയാമോ? പറയാമോ? ഉമ്മ ഉപ്പ ലവ് മാരേജ് ആണോ? പറയാമോ? കുത്തിപ്പെങ്ങളേനോ? ഞാൻ ഉമ്മ ഉപ്പ ലവ് മാരേജ് ആണ് അറിയുമ്പോ എന്താ പറയാ? ഉപ്പുമാവ്. അച്ചാർ ഇപ്പോഴുണ്ടോ? അച്ചാറുണ്ട്. ഉമ്മ ഉപ്പാലെ മാരേജ് ആണോ? കുഞ്ഞോൾ ഫാൻ. ഇന്ന് ഞാൻ ചോർന്നതേ. ഹലോ ഗൈസ്, ഞാൻ വന്നിട്ട് ഇന്ന് ചോർന്നത് സത്യം പറയുകയാണെങ്കിൽ ഇവലെ ബീഫ് അച്ചാറ് കൂട്ടിയിട്ടാണ്. വേറെ ഒന്നുമില്ല. എനിക്ക് കറി മുരിങ്ങ താളിപ്പല്ലത്താണ്, പപ്പടം താളിപ്പും തക്കാളി താളിപ്പും ബീഫ് അച്ചാറും കൂട്ടിയിട്ടാണ് ഗൈസ് ഞാൻ കഴിച്ചത്. അപ്പൊ ആർക്കും കൂട്ടാ അല്ലെങ്കിൽ മുട്ട പൊരിച്ചാനയിച്ച് നേരല്ലേ ഇനിയും ഇച്ച് ചോറ്. അതാണ്. അപ്പൊ ബീഫ് അച്ചാറ് കണ്ടപ്പോ ഞാൻ അത് കഴിച്ചപ്പോ ബ്യൂട്ടി ടിപ്സ് പറയുമോ? പിന്നെ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഗൈസ്. കണ്ണട എവിടെ അത് വെച്ചോട്. ചിഞ്ചുവിന് കണ്ണട ഉണ്ട്. എനിക്ക് കണ്ണട ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നില്ല. അതിൽ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. എന്റെ കണ്ണട എടുത്തോണ്ടിരിക്കും. അത് കണ്ണട ഉണ്ടോ? പിന്നെ അതാണ് കണ്ണാടാത്ത ഇതിൽ അറിയോൾക്ക്. കണ്ണാണില്ല. ഇച്ച് കണ്ണാണില്ലേ ഗൈസ്? ഞാൻ കണ്ടില്ല, കണ്ണ് തുറന്നാ നോക്കുന്നത്. കുഞ്ഞോളെ ഞാനും കുഞ്ഞോളാണ്. മൂക്കുത്തിപ്പങ്ങൾ ദിയയുടെ ഫേസ് കാട്ടുണ്ട്. ഏത് ദിയ? ദിയാ കൃഷ്ണയുടെയോ? ആരടി? ദിയാസനാണ് അറിയില്ല. ദിയാ കൃഷ്ണ പൊടി ഏതോ മാക്സിപ്പങ്ങൾ എന്താ മിണ്ടാത്തത്? ഓളെന്താ ഗൈസ് മിണ്ടാത്തതെന്നോ? ഓള് നല്ല കുട്ടിയായി നിക്കണോക്ക്. അതാണ് ഓളെ. അല്ല, അതന്നെ ഓക്കാ നല്ല വർത്താനം കേൾക്കണം. കുറച്ച് താത്താക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു തള്ളിവാ. കുത്തിത്തിരിപ്പ് അൻസിപ്പ് എവിടെ? കുത്തിത്തിരിപ്പിന്റെ റൂമിലിട്ട് പൂട്ടിയിരിക്കണേ. ആരെങ്കിലും മൂക്കുത്തി പെങ്ങളെ കുറിച്ച് അല്ല മാക്സി പെങ്ങളെ കുറിച്ച് 2 കമന്റ് പറയും. നല്ല താത്താക്ക് പറ്റുള്ളൂ. നിങ്ങളെ താത്ത കുട്ടികളെയും കൂടി ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട്. അതാണ് ലാസ്റ്റ് ആണ് ജനഗണമന. അല്ല ദിയാസനന്റെ കട്ടാണ്. ദിയാസനെ ഇഷ്ടമാണ്. കാരണം അതൊരു മനുഷ്യ സ്ത്രീ അല്ലേ. എനിക്ക് ആരായാലും എനിക്ക് വിഷയമല്ല. അവൾ കണ്ണട വെക്കട്ടെ? വെക്കേണ്ടെന്നാ. വെക്കണമെങ്കിൽ വെക്കാം. എന്റെ കണ്ണട ഇവിടെ ഉണ്ട്, ഗ്ലാസ് ഉണ്ട് ഇവിടെ. രസമല്ല ഞങ്ങൾക്ക് അറിയാം. മഞ്ഞത്തട്ടത്തിന് എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ. കട്ടാനൊരു പെണ്ണ് റെഡിയാണ്. പാരിതോഷികം തരാം. മഞ്ഞത്തട്ടത്തിന് എന്തോ പെങ്ങൾ എന്താണ് മിണ്ടാത്തത്? പെങ്ങൾ റെഡിയുള്ള പെൺകുട്ടിയോട് ഇങ്ങോട്ട് വരാൻ പറയും. വയസ്സൊന്ന് ബോധിപ്പിക്കുക. ഞാൻ റെഡിയാണ്.
കാക്കുവോ എത്ര വയസ്സ് അതല്ല വയസ്സ് മാക്സി എവിടെയാണ് ഭക്ഷണം ഉണ്ടെങ്കിൽ ആന്റി ലവറാണ് കാക്കു കാക്കു ആന്റി ലവറാണ്. അല്ല അപ്പൊ ഇതിന് നാപ്പിനിടയിലുള്ളവരെ ഞങ്ങൾ നോക്കുന്നു. അയ്യോ കറക്റ്റ് പച്ചപ്പങ്ങനെ തൊള്ള പൂട്ട പറയത്. കാക്കുനെ കെട്ടാനുള്ള പെണ്ണെന്നെ ആന്റിയാക്കാരാ. കാക്കുവിന് ആന്റികളെ ഭയങ്കര ഇഷ്ടമാണ്. കാക്കു അങ്കിൾ എല്ലാരും ആന്റി ലവേഴ്സ് ആണല്ലോ അപ്പൊ. കാക്കു അങ്കിൾ ആന്റി. ആ ജിൻഷന്നെ ഇവളാണ് ആള്. ജിൻഷാക്കേ നിന്റെ നമ്പർ ഒന്നും ഇങ്ങോട്ട് വിടുമോ? ജസ്നെ അങ്ങനെ അല്ല ജിൻഷാക്കേ ഓളാണ് കാക്കുനെ കെട്ടണം എന്ന് പറഞ്ഞത്. ജിൻഷാക്കെ നിന്നെ ഞങ്ങൾ വട്ടമിട്ട് വെച്ചിട്ടുണ്ട്. മരണവക്കത്താണ് നീ. മറ്റേ അൻഷിഫ് പറഞ്ഞോണ്ട് നമ്മളിവിടെ നല്ല കപ്പയും ചമ്മന്തി ഉണ്ട്. മാണോ മാണെങ്കി കപ്പ വാങ്ങിയാണ്ട് മലപ്പുറം തമ്പുരു ബ്ലോഗ് ഏരിയ ഗായ്സ് ഞാൻ കൺവെൻഷിട്ട് കേട്ടോ. ആരും മേക്കപ്പ് ഇല്ല. ഞാൻ എന്താ വെച്ചാ പുറത്തോട്ട് വിയർത്തിയത്. അപ്പൊ തുള്ളി പൗഡർ ഓൺലി പൗഡർ. കുറച്ച് പിന്നെ ചുണ്ടുമ്മ ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക് പൗഡർ ഒന്നും ഒരിക്കലും ഒരു മേക്കപ്പ് ആയിട്ട് കൂട്ടാൻ പാടില്ല. മേക്കപ്പ് പറയണ എന്തൊക്കെ സാധനങ്ങളുണ്ട്? പ്രൈമർ, മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ, കൺസീലർ, കളർ കറക്റ്റ് എത്ര സാധനങ്ങളുണ്ട്. അതൊക്കെ ഇടുമ്പോഴേ മേക്കപ്പ് ആവുള്ളൂ. ഞാൻ ചിഞ്ചുവിന്റെ ഫാനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളുടെ സംസാര രീതികൾ, കോമഡികളൊക്കെ. അവളെ നമ്പർ വേണം ഗൈസ്. മേക്കപ്പ് റാണി മൂക്കുത്തി. നിങ്ങളെ കൂടെ ഉമ്മാനെ കാണുമ്പോൾ പുളിക്കലോടി ഡ്രൈവിംഗ് സ്കൂളിലാണോ പഠിച്ചത്? കുഞ്ഞോളെ ചിരി കുറക്കും. അത് ഓൾക്ക് കഴിയൂല ഗൈസ്. അത് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ്. ഇവിടെ ഒരു പിരാന്തനുണ്ട് ഗൈസ്. പിരാന്തനുണ്ട്. പൂപ്പാപ്പ തല്ലും. ഇവിടെ നടക്കാൻ പാടില്ല. ഇവിടെ ഒരു പിരാന്തനുണ്ട് ഗൈസ്. പിരാന്തൻ വരും. അബ്രു ജുബ്രു കുബ്രുകളൊക്കെ വരുന്നുണ്ട് ഗൈസ്. പിരാന്തൻ കുഞ്ചു ഉണ്ട് ഇവിടെ. പിരാന്തൻ കുഞ്ചു മാക്സി പെങ്ങൾ ഫാൻ. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ഖദീജ സലാം ഒരു തവണയും കൂടി താങ്ക്സ്. ചിഞ്ചുവിനെ കാണാൻ നല്ല ലുക്കുണ്ട്. ചിഞ്ചു ചൊറുക്കായിക്കണേ. എവിടെയാണ്? ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു. വയസ്സ് 24 പറ്റുമോ? പറ്റൂല കുട്ടിയെ. ആർക്കാണ് വേണ്ടത്? ഓന് 19 വയസ്സിലെ കാക്കൂനോ? കാക്കൂന് 30+++++. മാക്സി പെങ്ങൾ ഫാൻ. ടിഷന്റെ ഫുൾ നെയിം പ്ലീസ്. ടിഷ അലിഷ്ബ. എന്തുമാ? പച്ചശാൾ പൊളി. താങ്ക് യു ഗൈസ്. മേക്കപ്പ് റാണി. മേക്കപ്പ് റാണി ആരാണ്? ആ റാണി ചിഞ്ചു റാണി എന്നാണ് ഉദ്ദേശിച്ചത്. എന്താണ്? കാറു കടക്കാൻ പൊന്നും താമര പൂത്തോണി പൂത്തോണി തുഴഞ്ഞു കടക്കാൻ പുലരിക്കാറ്റേ പൂങ്കാറ്റേ പുലരിക്കാറ്റേ പൂങ്കാറ്റേ. എല്ലാരും പ്രോത്സാഹനം കൊടുക്കോ? അനക്കെന്താ അറിയോ? അത് പൂമ അങ്ങനെ 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 പോകും. അയ്യോ ഹലോ ഗൈസ് അതിനായിക്ക് വെള്ളം ഞാൻ അപ്പുറത്ത് കറക്കി വിട്ട താത്ത. ലോകാവസാനം വരുമ്പോൾ സ്ത്രീകൾ രംഗത്ത് വരും എന്ന് എന്റെ മുത്തുനബി. നിങ്ങൾക്കൊന്നും മതവിദ്യാഭ്യാസം ഇല്ലേ? ചിഞ്ചു ഓയിലുണ്ടോ? ഇല്ല, അപ്പൊ ഉണ്ടാക്കണില്ല. ഞങ്ങളോടാണ് ആ ചോദിച്ചത് കേട്ടോ, ഞങ്ങളോടല്ല. ഈ ഫാത്തിമേതാ ഈ ചിഞ്ചു ബോറ് ബോറണ ഞങ്ങൾ കാണുന്നുണ്ട് കുട്ടിയെ. വേറെന്തെങ്കിലും പറയാം. ഞാൻ വേറെന്തെങ്കിലും ആണ് പറയാ. ചിഞ്ചു ഓയിലില്ല. മനസ്സിക്ക് പേടിയൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ വരെന്നെ ആണ്. നമ്മളതിന് വേണ്ടാത്തൊന്നും ചെയ്യണില്ലല്ലോ. കല്യാണപ്പാട്ട് പാടിത്തരുമോ? അതേതമ്മ നമ്മക്ക് കല്യാണപ്പാട്ട് കൊണ്ടുപോയിനോ? പണി എന്തായി? പെരപ്പണി നടന്നുകൊണ്ടിരിക്കുന്നു. വാർപ്പ് കഴിഞ്ഞ് അങ്ങനെ
ഒരു ഉമ്മ കൊടുക്കൂ. സുന്ദരി മോൾ ആർക്കും കുട്ടിനാട്ടാണ് ആർക്കും ഉമ്മ കൊടുക്കാൻ പറയണേല്. മുക്കുത്തിപ്പെങ്ങളെ ഗർഭിണി എന്താ വർത്താനം? സുഖം അൽഹംദുലില്ലാ. ഈറ്റിംഗ് ചലഞ്ച് വേണം ഇൻഷാ അല്ലാ. മാഷാ അല്ലാ, അമ്മ പൊളിച്ചു. ബ്രോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഈറ്റിംഗ് ചലഞ്ചിന് ഒരു ഇത് നോക്കാം. ഐഷുമാന്റെ ഒന്നാം ക്ലാസ്സിലെ പാട്ട് നിർത്തിയിട്ടില്ല. ഒന്നാന കുന്നുമ്മേൽ ഒരു കിളി പറയുന്നു. അതാണല്ലേ പാട്ട്. ഒന്നാന കൊച്ചുത്തുമ്പി പോകരുതേ. കുഞ്ഞോളെ ഇത്രയും നേരം ഞാൻ ഓവർ ചെയ്യുന്നു. ഇപ്പൊ ജയ്ക്കുണ്ടോ എല്ലാവർക്കും ചിഞ്ചു ഒരു സോങ് പ്ലീസ്. ലാസ്റ്റ് പാടും എന്തായാലും ഞാൻ ഒരു പാട്ട് പാടും. ലാസ്റ്റ് എന്തായാലും ഞങ്ങൾക്കൊക്കെ കേൾക്കാനാണ്. ഓക്കെ പാട്ടറിയ അതുകൊണ്ട് ലോക്ക് ലൈനിലതാണ്. തൈരല്ല തൈരോ ഇതില് അശ്ലീലം പറയരുത് കേട്ടോ. പാട്ട് പാടിയല്ലേ കേട്ടില്ലേ? ഫാത്തിമേനെ എനിക്ക് ചിഞ്ചുവിനെ ഇഷ്ടം. ഞാൻ ചിഞ്ചു ഫാനാണ്. ആ പാട്ട് പാടിത്തരുമ്പോ ആരാണമ്മ? നിങ്ങളെ ക്ലാസ് പഠിച്ച ഇന്നാന്റെ ഏതോ ചങ്ങായിമാരാണ് തോന്നുന്നു. നിങ്ങള് പാടിക്കൊടുത്തിക്കണം എന്തായാലും. പാട്ടേ കുറിക്കല്യാണം ആ പാട്ട് പാടൂ. രാഷ്ട്രീയ പാട്ടാ പാടിയത് നിങ്ങള്? ആ പാട്ടാവനി കുറിക്കല്യാണം. രാഷ്ട്രീയത്തിന് ഒരു പാട്ട് ആരെയോ കുറച്ച് പടം എടുത്ത് ഉമ്മാനെ കൊണ്ട് ഒന്നും കൂടി പാട്ട് പാടിപ്പിക്കും. ഉമ്മ ഒരു പാട്ടും കൂടി പാടാനില്ല. പാട്. പ്രാവേ പ്രാവേ പോകരുതേ ബാവാ കൂട്ടിന് കത്തേക്കാം പലവും പലവും ഞാൻ നൽകാം കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം തള്ളം പാടിഞ്ഞെന്നാലും ഞാൻ എങ്ങോട്ടോ കിള്ളിപ്പോയി മാനം നോക്കി സഞ്ചാരം. 1ാം ക്ലാസ്സിലെ പാട്ടാട്ടാ അത്. കൊക്കര കോഴിപ്പണ്ണ. മെക്സിപ്പെങ്ങളെ എന്റെ മെക്സി കച്ചവടം നിർത്തിയോ? അതൊക്കെ നിർത്തിയോളൂ. ഒരു 4-5 കച്ചവടം നിർത്തിയില്ലേ? പുതിയ കച്ചവടത്തേക്ക് വന്നു. പുതിയ കച്ചവടം തുടങ്ങി. ചിഞ്ചു ജസ്നാക്ക് ഇങ്ങോട്ട് വികാരപരിധിയായി ജസ്ന അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്താണ് പറയണത്? ഓടി നീ ആരാടി ആരാന്ന് പറഞ്ഞിട്ട് വേറൊരു താത്ത ലൈവിലെന്നും കാണും ഇങ്ങനെ പറയണില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളത് കണ്ടിട്ടാ? അല്ല ഇച്ച അതാ ഫീൽ ചെയ്യണു സത്യം പറയാണെങ്കിൽ. ഏതെന്നോ എന്താ ജസ്ന താത്ത നിങ്ങളെ ഞാൻ കാട്ടിയത് ഇൻസ്റ്റാഗ്രാമില് അപ്പുറത്തെ അയൽവാസി താത്തിമ്പ അതേ മൈലിന്റെ ഞങ്ങൾ വന്നാ പിന്നെ അലമ്പ്. അതാണ് വേണ്ടത്. വൈബാണ്, അലമ്പല്ല. ഞാനെന്നാ അടങ്ങി നല്ല കുട്ടിയായി നിക്കാം. ഇനി മേലാൽ ഇങ്ങോട്ട് മുണ്ടണം പറഞ്ഞ അവിടെ ഇട്ട് ഞാൻ വന്ന് ചോട്ടും. ഞാൻ നല്ല കുട്ടിയായി. ഞങ്ങൾ കാണലുണ്ട് ബിഗ് ബോസ്. മാക്സിപ്പെങ്ങൾ ഫാൻസ്. ഞാൻ പറഞ്ഞില്ലേ ഓളെ അതിനായിട്ട് കുത്തിറക്കാണ് അവിടെ മുണ്ടാതെ. അത് പറയാൻ വേണ്ടിട്ട് ഓളെ സ്വഭാവങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒക്കെ അതാണ് വേണ്ടിയത്. മാക്സിപ്പെങ്ങൾ പാവാണ്. ഞാനവിടെ കൊണ്ടേക്കണ് മൂക്കുത്തിപ്പങ്ങൾ ഒരേ വൈബ്. മൂക്കുത്തിപ്പങ്ങൾ കേട്ടോ. അവിടെ എന്തോ ക്ലിയർ മൂക്കുത്തിപ്പെങ്ങൾ ഫാൻസ്. ഹായ് ഓക്കെ ആൾ ഇൻ വൺ ക്രിയേഷൻസ്. ക്ലിയർ കുറയണം. എന്റെ കമന്റ് ചിഞ്ചു വായിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുന്നതാണ്. ചിഞ്ചു നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചിഞ്ചു ഫാനായ നീ എല്ലാം ഒന്ന് പറയാം. നിങ്ങൾ പോകലിട്ടോ മലപ്പുറം വ്ലോഗ് പോവല്ലേ? അതാ ഞങ്ങളത് വായിച്ചാൽ നിങ്ങൾ പോകുന്നില്ല. അല്ല ഒരു ക്വസ്റ്റ്യൻ അത് ഞങ്ങൾ 3 നെഗറ്റീവ് ചിഞ്ചുവിനെ കുറിച്ച് പറയും. അതല്ല നെഗറ്റീവ് എന്താന്നില്ല അമ്മക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. നെഗറ്റീവ് പറഞ്ഞ പോലെ പറ്റില്ല. മാസത്തന്നെ 3 പറയും. നല്ല കുട്ടികളാ. ഇങ്ങനെയാണോ? അങ്ങനെയൊന്നും പറയണ്ട. അതിലുണ്ട് 3 വാക്കല്ല പറയാൻ പറഞ്ഞ ചിഞ്ചു നല്ല കുട്ടിയാണ്. 3 ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. എന്റെ വക സമ്മാനം എന്താണ് അതായത് പൗഡർ പാട്ട് പാടാൻ പറയൂ അവനോട് പറയൂ. പ്ലീസ് 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 പറഞ്ഞ അവനെ വിളിച്ചു കഴിഞ്ഞാൽ പോകൂല. അതുകൊണ്ടാട്ടോ അൻസിഫിനെ വിളിക്കുക. അൻഷിഫിനെ വിളിക്കാൻ പറയുന്നുണ്ട്. കുട്ടിനാട്ടി കൊടുക്കാണ്. എനക്ക് വിളിച്ചു തരൂലടി കാണാൻ പുതിയ അൻസിഫിനെ വിളിക്കണ്. ലാസ്റ്റ് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ചിഞ്ചുവിന് പാടാനറിയാം. പോക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. പാടൂല. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പാടും. മൂക്കുത്തിപ്പെങ്ങൾ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്.
മത്സരിച്ച താത്താക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിർത്തൂലല്ലേ ഓല്. ബേബിയുടെ ഉമ്മ വായിച്ചു തടിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ ജിമ്മിനൊക്കെ പോണ്ട് ഗൈസ്. അതാ മറ്റേ പെണ്ണാണ് മൈൻഡ്. ഒരു പാട്ട് ഫാത്തിമാന്റെ ഒരു കമന്റും ഞങ്ങൾ ഇനി വായിക്കുന്നതായിരിക്കൂല. വയസ്സ് പറയുമോ എന്തിനാണാവോ പറയില്ല. വയസ്സ് പറഞ്ഞു. ചീസ് ബോംബ് ട്രൈ ചെയ്യ സൈൻ ലബനിലെ ഇൻഷാ. ചീസ് ബോംബ് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ കഴിച്ചു. അതെന്താ സാധനം? കുനാഫ ഫില്ലിംഗ് ഒക്കെ ഉള്ളേ ഇങ്ങനെ മധുര മാന്റെ അൻസിപ്പ് വായോ എന്താ ടെൻഷന്? ഓക്ക് ടെൻഷനേ ഉള്ളൂ. ഓക്ക് ടെൻഷൻ കഴിഞ്ഞിട്ട് ഒരു നേരമില്ല. ഓളെ ആലോചിച്ചാണ് ഇച്ചെന്താ ടെൻഷൻ എന്നുള്ളത്. അതാണ് ഓളെ ടെൻഷൻ. ഒക്കെ ബിസിനസ് പൈസ ഉണ്ടാക്കണം. മൂനിക്കൽ ഫാമിലിയിലെ ബിസിനസ്മാനാണ്. ബിസിനസ്മാൻ അല്ല ബിസിനസ് ഗേൾ ആണ്. ബിസിനസ് വുമൺ. ഫുഡ് കഴിച്ചോ? മൂക്കുത്തിനോടൊരു പാട്ട് പാടാൻ പറയാം. ഞാനൊരു പാട്ട് പാടുക ഗൈസ്. നിങ്ങളൊരു 5 ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു പാട്ട് പാടുന്നതാണ്. പറഞ്ഞോളി. പാടരുത്. ഇമ്മ സ്വകാര്യത്തിൽ ഇജ്ജ് പാടണ്ട. അല്ല ഇന്ന സ്വകാര്യത്തിൽ ഇജ്ജ് പാടണ്ട. ഞാൻ പാടിക്കൊണ്ട് എന്താ ഗൈസ്. ആദ്യം ഉണ്ടോ എന്ന് എത്ര തവണ ചോദിക്കുന്നുണ്ട്. നമ്മൾ എത്ര തവണ പറഞ്ഞുണ്ട്. ഒരു കിൻഡലിട്ട് വെക്കും ഒരു മാസത്തേക്ക്. ആർക്കാ മാണ്ടികൾക്കൊക്കെ കൊടുക്കാനാണ്. ഉമ്മാന്റെ മക്കളെ ഏജ് ഡിഫറൻസ് പറയും. ഞങ്ങളെ അനു കുഞ്ഞുണ്ണി തമ്മിലുള്ള ഡിഫറൻസ്. താങ്ക് യു ഫാത്തിമ. കുഞ്ഞോൾ വടക്ക് വടക്കില്ലടി ഇന്ന് കഴിഞ്ഞിക്കണേ. മാക്സിപ്പം അത് പറയാലോ വരുന്നേ. ഇന്ന് എന്താ സ്പെഷ്യൽ കഴിക്കുമ്പോൾ കാണാം. എന്റെ മോൾക്ക് കുഞ്ഞോളെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഹാദിമോളെ വിളിക്കുമ്പോ ഒന്ന് ഹാദിമോളെ വിളിച്ച ഹാദിക്കുട്ടി പറഞ്ഞ ഹാദിക്കുട്ടി ഐ ലവ് യു. എന്റെ മോക്ക് ഹായ് ഹാദിക്കുട്ടി. ഹാദിമോളെ കുഞ്ഞിക്ക് തൃപ്തിയായി. ഇനി വേണമെങ്കിൽ ഒന്ന് ആക്റ്റീവ് ആകാളതൊക്കെ കഴിക്കുന്നില്ല. KBC വൈപ്പർ ചിഞ്ചു പറയുന്ന അത് അത്ര തന്നെ മുതൽ കണക്കെടുത്തു. പച്ചപ്പങ്ങൾ ഫാൻസ് എനിക്കറിയില്ല. ഞാൻ തമ്പുരുവാണ് മലപ്പുറം ലൈലാത്ത. അല്ലെങ്കിൽ നമ്മുടെ ചിഞ്ചുമുത്താണ്. ഉമ്മ അറിയോ? എനിക്കറിയില്ല. ഞാൻ തമ്പുരുവാണ്. എന്നെ അറിയില്ല. അതെ ഓരോ തല്ലുമല ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് തമ്പുരു. മൂക്കുത്തിപ്പങ്ങളെ കണ്ട് ഞാനും മൂക്ക് കുത്തിയിട്ടോ. അത് മാത്രം കമന്റ് ചെയ്യല്ലേ. ഞാൻ സഹിക്കാൻ എന്റെ പേർക്കാ കറക്കമില്ല. മൂക്കുത്തി കണ്ട് മൂക്കുത്തി അറി. ഞാനും മൂക്ക് കുത്തിന്നോ. മക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? മങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ല കുട്ടി ആരാ? എന്റെ പേര് പറയണ്ട നിങ്ങള്. ഒരു ഉമ്മക്ക് എല്ലാ മക്കളും ഒരേപോലെ ഇരിക്കും. മൂക്കുത്തിപ്പങ്ങൾ നന്നായോ? അതെ ഗേസ് ഞാൻ നന്നായി. ലൈവ് തീരുവോളോ? അല്ലട്ടോ ഗേസ് ഞാൻ ഇവിടെ കാക്കുവിന്റെ പാന്റും ഷർട്ടും കൊണ്ടുപോകാൻ നിൽക്കും. നാളെ ആരാ ഗസ്റ്റ്? നാളെ കുഞ്ഞോൾ വടക്ക്. കുഞ്ഞോൾ വടക്ക് തന്നെയാണ്. തെക്കാണ്. ചിഞ്ചു തെക്കാണ്. കുഞ്ഞോൾ വടക്കാണ്. അൻസാത്ത കിഴക്ക്, മറ്റേതാത്ത പടിഞ്ഞാറ്. കുഞ്ഞോക്ക് ജാടയാണ്. വാണിയമ്പലം എവിടെ വീട്? ഇന്ന് വാണിയമ്പലം ടൗണിൽ വന്നിരുന്നോ? എങ്ങനെയാണ് വാണിയമ്പലം? ശാന്തിയിൽ വരിക, ശാന്തിയിൽ നിന്ന് ഏമങ്ങാട് വരിക, ഏമങ്ങാട്ടിൽ നിന്ന് ചേനപ്പടി വരിക. അവിടെ ഓട്ടോക്കാരൻ അംസയുടെ മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഗൈസ്. മൂക്കുത്തി സോങ് പാടും. 3 ആളോട് ഞാൻ പറഞ്ഞിട്ട് കമന്റ്. ഒരാളായിപ്പോ 3 ആള് പറഞ്ഞാൽ ഞാൻ പാടും. അതൊന്നും പറ്റൂല. ഞാൻ നോട്ട് മാക്സിപ്പെങ്ങൾ ഫാൻസ് അസോസിയേഷൻ മിണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. മണ്ണാർക്കാണ് കാഞ്ഞിരപ്പുഴ വന്നിട്ടുണ്ടോ? ഇല്ല ഗേസ്. മാക്സിപ്പങ്ങൾ ഫാൻസ് മിണ്ടാതിരിക്കാൻ വേണ്ടി. ഇതന്നെ ഒരു എന്താണിത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക. ശാന്തി മാക്സിപ്പങ്ങൾ ഫാൻസ് അസോസിയേഷൻ. ഇനായ വന്നിട്ട് ഒരു അമ്പിളിച്ചേല് പാടിങ്ങാണ്ട് വേറെ എടുക്ക പോയതണ്ടില്ലമ്മ. തുടക്കം അമ്പിളിച്ചേലായിരുന്നു. പിന്നെ ഏതൊക്കെ പാട്ടായി സോങ് പാടുമെന്ന്. രണ്ടാമതാള്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. അർഷിദ് മൂനിക്കൽ. പാവം ആണ്. പാട്ട് പാട്. ഓളെ ഞാൻ ഭീഷണിപ്പെടുത്തി നിർത്തിക്കാ. തൊള്ള തുറന്ന അടിയാക്കാരെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് മൂക്കുത്തി പാട്ട് പാടും. 3 എണ്ണായിട്ടുള്ളൂ. ഇനി ഒരാളും കൂടി പറഞ്ഞാൽ ഞാൻ പാടും ഗൈസ്. ഓലെ സ്ഥലപ്പേരെ മൂക്കുത്തി സുന്ദരി പാട്ട് പാടും. ഇങ്ങനൊക്കെ പറഞ്ഞാൽ ഞാൻ പാടും ഗൈസ്. കുടുംബശ്രീ മീറ്റിംഗ് ആണ് നടത്തുന്നത്. നല്ല തൊഴിലുറപ്പ്. ആരാണ് ആ കുടുംബശ്രീനെ എത്ര പുച്ഛമായി പറഞ്ഞത്? അവിടെ പെരിയിൽ വന്ന് പേറും. വെറുതെ അതിന് നിക്കണ്ട.
മാക്സിപ്പങ്ങൾ നല്ല കുട്ടിയാണ്. അൻസിഫിന്റെ ഉഷാറായി. നെഗറ്റീവ് എന്റെ മോളെ മുക്കുത്തിപ്പെങ്ങൾ സോങ് ഇവിടെ ആണ്. ഒന്ന് വിഷ് ചെയ്യോ. എന്താണ് പേര്? സഹറ. എടി സഹറന്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷ് ചെയ്യാൻ. ഇതേതാ ഈ വെറുപ്പ് ഫാത്തിമ കമന്റ് ആട്ടോ കുത്തി പാട്ട് ഒരു അച്ചീവ്മെന്റ് ആയിക്കോട്ടെ. പാട്ടറിയില്ല സത്യം പറയാം. അതൊക്കെ പാട്ടാറട്ടോ. ഏത് പാട്ട് അടിച്ചറിയാം? നിങ്ങൾക്ക് മറ്റേ പുതിയ പാട്ടല്ലേ പാദം അത് പഠിക്കും. ലൈലാന്റെ പാദോ പിന്നെ അതറിയാം മോനിക്ക പഠിക്കും. അപ്പച്ചി ഡാൻസ് കളിച്ചണം. മൂത്താൻ റൂമിൽ പൂട്ടിക്കാണ് മൂത്താനെ. അൻഷിത പാട്. അയ്യോ എല്ലാവരും അൻഷിത പാടും. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ കാട്ട ഗേസ്. ഞാനൊരു പാട്ട് പാടണം. എന്റെ അമ്മ സമ്മതിച്ചാൻ പാടും. ഇമ്മ പറയ്, ഞാൻ പാട്ട് പാടണ്ടേ? ഏത് കുഞ്ഞിന്റെ പാട്ടാ? ഏത് പാട്ടാ പാടാ ഗൈസ്? ഇനി നിങ്ങൾ അതും കൂടെ പറയും. ഞാൻ ഏത് പാട്ട് നിങ്ങൾക്ക് പാടിത്തരാന്നുള്ളത് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അയച്ചറിയില്ലടി പാട്ട്. ഞാനും പാട്ട് പാടിത്തരേ. വിലക്കെ പാടണേ. ഞാൻ മേനോനും മേനോനും രണ്ടുപേരെ പഠിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള പാട്ടാണ്. ഇനി ഞാൻ പാടട്ടെ കേസ് ഒരു പാട്ട്. കുഞ്ഞിനി പുഞ്ചിരി ആരു തന്നു, കുഞ്ഞിക്കൂടാ മുല്ലപ്പൂ തന്നു, പൂങ്കാവിൽ ചെന്നപ്പോൾ എന്തു തന്നു, പൂങ്കാനം വീശിയപ്പോൾ സദ്യ തന്നു. എന്താണ് ഇനി ബാക്കി എനിക്കറിയില്ല. അതാണ് കേസ് ആ പാട്ട്. ഞാൻ മിനാരത്തിൽ വലം വെച്ച് പാറക്കും ചൊല്ലി. അതെ, സിധു ഒരു പാട്ട് പാടുന്നതായിരിക്കും. അല്ലൊരു പാട്ട് പാടണോ? ആയിക്കോട്ടെ, നമ്മളെ അല്ലുവിന്റെ ഒരു പാട്ട്. മരിച്ചുപോയി, ശവപ്പെട്ടിരിക്കാൻ മറന്നുപോയി, ഭാര്യ മീനാക്ഷി, കുട്ടികൾ രണ്ടും തവളാച്ചി. കാക്കു വന്നിക്കണോ? തറവാടിന്റെ മൂനിക്കൽ തറവാടിലെ 8-9 പേര് കുട്ടികളല്ലമ്മ. നമുക്കിപ്പോ ടോട്ടല് 9 ഉണ്ട്. മൂക്കുട്ടി പൊന്നല്ലേ പാട്ട് ഞാൻ പാടി. ഇതിലും നല്ലോണം ഉമ്മ പാടി മൂക്കുത്തി പാടണം. ചിഞ്ചുവിന് വർഷം. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ ഇടും, വീഡിയോ ഇടുന്നതായിരിക്കും. ചിഞ്ചു വർഷത്തിലൊരിക്കലേ വീഡിയോ ഇടുള്ളൂ. എന്നാൽ ചിഞ്ചുവിനെ ഒത്തിരി ഇഷ്ടമാണ്. മലപ്പുറം തമ്പുരു വ്ളോഗ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. മൂക്കുത്തി ഇനി മേലാൽ പാടരുത്. ഓക്കെ ഗൈസ്, ഞാനത് കേട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് പാടിയത്. അൻസിഫ്, അല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്റെ പേര് പറയാന്. ഫാത്തിമ ഉറങ്ങി തോന്നുന്നു കുഞ്ഞോളെ. മണ്ണാടക്കാർ കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ വന്നിട്ടുണ്ട്. ഹായ് ചിഞ്ചു. ഹലോ. കാക്കുവിനെ കുട്ടികളെ നോക്കാൻ ഗൈസ്. ചട്ടകം എടുത്ത് കാക്കു വന്നിട്ടുണ്ട്. മതി മൂക്കുത്തി ഇനി പാടണ്ട. ഹായ് ഹായ്. എന്നോട് പാടാൻ പറഞ്ഞങ്ങാണ്ട്. ചിഞ്ചു മേക്ക് ഓവർ ചെയ്യുന്നുണ്ടോ? അതെ ചെയ്യുന്നുണ്ട്. പേൾ പാലറ്റ് അല്ല മിൻസാർ ഷിദാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഹായ് അയച്ചാൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസ് അയച്ചിരുന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഉണ്ട്. ആരാ കാക്കക്കൂട്ടുകാരാ കല്ലിടാൻ പോലെ? കാക്കക്കൂടെ ഏറ്റവും മേലേക്കാരം. അവിടേക്കൊക്കെ എത്താറിയില്ലാത്ത അൻഷിഫ് വന്നേ. ഞാൻ അൻഷിഫ് പോയേ. ഒരു ഹായ് തരുമോ അൻഷിഫിക്ക? ലവ് യു അൻഷിഫ്. ഫുഡിയോ? എല്ലാരും ഫുഡിയോ? ഇല്ല ഗൈസ്, മേച്ച് പെരീക്കോണെല്ലാം പോകുകയാണ്. അൻഷിഫിനോട് താതാന പാട്ട് സൂപ്പറാണെന്ന് പറയുന്നുണ്ട് എല്ലാരും. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒരു കഴിവും ചെറുതല്ല. അതെ അതെ അതെ. കാക്കേ കാക്കി കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കേണ്ടേ, കുഞ്ഞ് കരഞ്ഞു വിശക്കില്ലേ, കുഞ്ഞ് കരഞ്ഞു വിശന്നാലോ,
കുഞ്ഞിന് കൊടുക്കണ്ടേ നെയ്യപ്പോ ആയിക്കോട്ടെ, എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു, ഞാൻ ഒരു പാട്ട് പാടാം. കണ്ടോ ചിന്നു ഇപ്പൊ മനസ്സിലായി പാടാനുള്ള പൂതി വന്നു. താത്ത പാടിയെ പറ്റി പൂതിയാവും. അതന്നെ പാട്ടിനെ നശിപ്പിച്ചാണ്. പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഏത് പാട്ട് പാടണം? ഉർമിത് പാടുന്നു പറയാലോ കേട്ടോ നിങ്ങള്, വേറെ ഏതെങ്കിലും. അല്ല അനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് മദ്രസിൽ പാടിയ ഒരു പാട്ടാണ്. എല്ലാരും മദ്രസ എന്നാണ് തുടക്കം. അപ്പൊ മദ്രസന്ന് പാടിയ ഒരു മദ്രസ പാട്ട്, അതാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ചിഞ്ചു ഗർഭിണിയാണോ? ഗർഭിണിയോ? സോറി, ഗർഭിണിയല്ല, ഗർഭിണിയാണ്. ഞാനൊക്കെ പറഞ്ഞങ്ങനെ പാട്ടാടാ കജ്ജ. ഫാത്തിമ എനക്ക് വരുന്നുണ്ടടി, പാടിയാലോ? മൂക്കുത്തി പാട്ട് പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യം എന്ന് പറഞ്ഞ പഠിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഇവിടെ ലൈവിലൊന്ന് പാടാം. പാടിയാലോ? ഞാൻ പാടാട്ടോ. ഉദാ അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിലും സഖിയാണോരേ, എന്തെന്നഭൂ അവരിൽ ഹക്കിയായ സുന്ദരമാനിതമാരരേ. അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിലും സഖിയാണോരേ, എന്തെന്നഭൂ അവരിൽ ഹക്കിയായ സുന്ദരമാനിതമാരരേ. മുല്ല മലർ മുത്തയച്ചുള്ള ഭംഗി പുന്നാരപ്പൂമോരേ എന്തെന്നിൽ തങ്ങി. ഉല്ലാഹി എൻ്റെ മനസ്സും കലങ്ങി, ഓമനയിൽ നിന്നുള്ളോർമ്മ പൂതുങ്കി. പൂതുങ്കി കണ്ണീർ ചോരിഞ്ഞു വലഞ്ഞു കരഞ്ഞിടേ ഞാനേ, ഉള്ളം കലങ്കിടേന്തേനേ. തരുളായളാപ്പ എന്നുള്ള ബന്ധത്തിൽ ഇറയോൻ പിരിച്ചു കളഞ്ഞല്ലോ. കാരിയം സൗജത്തന്മാരനെന്നുള്ള ചാരക്കിരിയും പോലിഞ്ഞല്ലോ. ആരുണ്ടെനിക്കിനി കാര്യമായിട്ട്, ആരോടൂരക്കേണ്ടി എന്നുയിർ കഷ്ടം. കാര്യം കർത്താവ് താങ്കൾക്കറിവിൻ. അത്രയുള്ളൂ എനിക്ക് ആ പാട്ട് അറിയാം. കൈകൊട്ടു കൈസ്, കൈകൊട്ടു. മുത്ത് എന്നൊക്കെ പറയടോ, മുത്ത് ചക്കര എന്നൊക്കെ പറയൂ. ഇനി ഇപ്പോഴൊന്നും ഇല്ല, അതെന്റെ വേറെയിലും ചിഞ്ചു സിംഗറാണോ? സിംഗറാണ്, അതുകൊണ്ടല്ലേ ഓക്ക് ഇത്ര ടൈറ്റ് പാട്ടാടാൻ പറഞ്ഞിട്ട്. സിംഗർ അല്ലാത്ത ഞാൻ കണ്ടില്ലേ 4-5 പാട്ടങ്ങൾ ഒരു പാട്ട് അറബത്തിൽ പാടിയത്. അതാണ് ഞാനോടും തമ്മിലുള്ള മാറ്റം. അടുത്ത നിഷാന്റെ ഒരു പാട്ട് വേണം. നിഷാന്റെ ഒരു പ്രസംഗം നബിദിനപ്പടുത്ത് കഴിഞ്ഞതുകൊണ്ടേ. ചിത്രയുടെ ശബ്ദം ആരാണത്? ചിത്ര കേൾക്കണോ? ഫാത്തിമ കേക്കണല്ലേ? ചിഞ്ചു ഇല്ലെങ്കിൽ ലൈവ് സൂപ്പർ. പോടി അവിടുന്ന്. അയ്യോ ചിത്രയുടെ ശബ്ദം. ഇത് 3 മണിക്കൂറെങ്കിലും ഓടണം എന്നാണ് കാക്കു. ഇതിൽ എത്ര പാട്ട് ആടാൻ കിടക്കുക. കുഞ്ഞോളെ ഞാൻ എന്നോടൊരു പാട്ട് ആടാൻ സമയം എത്രയപ്പോ? രാവിലെ പോവാതെന്നാ. രാവിലെ കുട്ടികളെ ഞാൻ പ്രഗ്നന്റ് അല്ല കേട്ടോ. ചിഞ്ചു കുഞ്ഞോളെ ഉമ്മ പെങ്ങള് മൂക്കുത്തി പെങ്ങളെ എല്ലാവരും മക്കൾ ചെറുതാണ്, ചെറിയ ആൾക്ക് ഇപ്പോൾ 6 മാസമായിട്ടുള്ള അവരെ എനിക്ക് മുന്നേ ഒന്ന് കിടക്കട്ടെ. ഓക്കെ. ആ തമ്പുരാണ്, മലപ്പുറം തമ്പുരു ബ്ലോഗാണ്. ഇപ്പൊ വന്നിക്കണ് ഗൈസ്, ഇപ്പൊ വന്നിക്കണ്. ഇപ്പൊ പാട്ടാടും ഗൈസ്. ഇപ്പൊ ഒന്ന് ഉറങ്ങി നീച്ച് വരികയാണ് ഗൈസ്. ഇതിൽ വന്നോ? ഞാൻ പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. ക്യാമറ നമ്മളിവിടെ തട്ട് ശരിയാക്കുമ്പോഴേ അപ്പുറത്താണ് ശരിയാക്കുക. നമ്മൾ അതിന് നോക്കി കേൾക്കാൻ ശരിയാക്കാം.
ഇഷാനെ ചീത്ത പറയല്ലടാ. ചിഞ്ചു ഒന്നും കൂടെ പാടുമോ? മെന്നി ഏത് പാട്ടാ ഞാൻ പാടുക? ഐഷും ഒരു സോങ് പാടും. പാടും. ഒരു സോങ് അല്ല, 10 സോങ് പാടും. മറ്റേ പാട്ട് പാവട വേണം മേലട വേണം പഞ്ചാര പാടി. ഉപ്പാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമുക്ക് അബുദാബിക്കാരൻ പുതുമണക്കാളൻ ഇടലും ഓ വിളിക്കുമ്പോ പറന്നു വരും അബുദാബിക്കാരൻ പ്രിയമുള്ള ഭാരൻ മണവാളൻ. എത്താണ് പുതുമണവാളൻ. എന്നാ വിചാരം ഒരു ഗാനം ഇപ്പ അടുത്തത് ഉപ്പൊരു കുഞ്ഞോൾ പാടിയ 500 തരും. 500 കൊണ്ടൊന്നും കാര്യമുള്ള 500 പാടും. ചുരുങ്ങിയത് 5000 ആണ്. ഇപ്പ ഒരു പാട്ടടിക്കാണ്. ഇപ്പ ഇമ്മ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ നിങ്ങൾ നിന്നാണ് ചോറ് സംബന്ധിച്ചുള്ള വരിക. ഫാൻസ് അസോസിയേഷൻ ഇപ്പ സൂപ്പർ. ഉപ്പ ഫാൻസ് അസോസിയേഷൻ. സൂപ്പർ. ഇപ്പ നിങ്ങളൊരു പാട്ടാടിപ്പ. ഉപ്പ ഫാൻസ് അസോസിയേഷൻ. ഇപ്പൊ അടുത്ത് മൈക്കോട്ടെ. നിങ്ങൾ എന്താ സൈലന്റ് ആയിരിക്കണത്? ഓക്കെ ഒന്ന് കിട്ടിയിരിക്കണേ. മാക്സ് ഇപ്പൊ നിങ്ങളോട് ഒരു പാട്ട് ഇടാൻ പറയും. ഏത്? സുമമിൻ മധുവിൻ. ആ, ഇമ്മിയും താത്തി ഒരുമിച്ച് സുമമിൽ മധുവിൻ. സുമമിൻ മധുവിൻ ഉറവ് പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകന സുബ്ഹാനവന്നെ സർവസ്തുതിയും സുബ്ഹാനവന്നിൽ സർവസ്തുതിയും രാഗങ്ങൾ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ രാഗങ്ങൾ രാഗങ്ങൾ മോഹങ്ങൾ മമ മോഹങ്ങൾ അല്ലാ നിന്നോട് മാത്രം അല്ലാ അല്ലാ നിന്നോട് മാത്രം സുമമിൽ മധുവിൻ ഉറവ് പടച്ച സൂര്യചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ സർവലോക പരിപാലകന സുബ്ഹാനവന്നെ സർവസ്തുതിയും സുബ്ഹാനവന്നെ സർവസ്തുതിയും. എല്ലാരും കൈയടിക്കൂ. അടിപൊളി അടിപൊളി. പെങ്ങളാണ് പാവം. ശരിയാണ് ഗേസ്. ഓള് പച്ച സാധുവാണ്. ആർക്കെങ്കിലും ആണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ഒരു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുതരും നിങ്ങൾ. ഒരു ദിവസോ ഒരു മണിക്കൂർ പച്ചത്തട്ടം പാടരുത്. അത്രയും ഇങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടാ ഞാൻ പാടിയത് ഗേസ്. പച്ചത്തട്ടം പാടരുത്. പെങ്ങളാണ് പാവം. ചിഞ്ചു ക്യൂട്ട്. ഉപ്പ ചിരിക്കല്ലേ. ഉപ്പ വന്നപ്പോ ഐഷുമാക്ക് നാണം. എല്ലാവരുടെയും പാട്ട് സൂപ്പർ. ചിഞ്ചു മുത്താണ്. ഹായ് ഹായ്. ചിഞ്ചു ഉറുമി സോങ് സൂപ്പർ പാട്ട്. ചിഞ്ചുവിന്റെ വോയിസ് സോ ക്യൂട്ട്. ഓയ് ചിഞ്ചു ഉറുമി സോങ്. എന്നെ കാണില്ലല്ലോ, കണ്ണാണില്ലല്ലോ. എല്ലാരെയും എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ പോയി 5000 പാടി ഓൾഡ് സോങ് പാടും. മപ്പപ്പാക്ക് ഭക്ഷണം എടുത്തെടുക്കാൻ പോയിക്കാണ്. നീലത്തട്ടം പാടും. ആരാ നീലത്തട്ടം? ചിഞ്ചു പാട്. നെക്സ്റ്റ് സോങ് ചിഞ്ചു വച്ചടക്ക. ആ ഓക്കെ. നല്ലൊരു പേരും വെച്ചിട്ടാണല്ലോ ജിമ്മാര് മണക്കാൻ വരും. വെറുതെ അടങ്ങാറായി വായിച്ചണ്ടല്ലോ. എന്നാല് അത് കടക്കുമ്പോ ഒക്കെ എടുത്ത് ഫുള്ള് പുറത്ത് കിട്ടിക്കണ്. എന്നിട്ടാണ് ചോദിച്ചത് തേച്ചരോ ഉറങ്ങണ്ട അറിയ നീസാൻ പറയണ്ടൂടെ. ചിഞ്ചുവിന്റെ ശബ്ദം അല്ലാ നല്ല ശബ്ദം. അന്ന് ഉർമീത പാട്ടാണ് ശബ്ദം. ചിഞ്ചോ അത് കിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടാണ് പോയിക്കണത്. ഇത് മാറ്റി സാധനം. നമുക്ക് എല്ലാവർക്കും ഒരു പാട്ട്. എല്ലാവർക്കും ഒരു പാട്ട്. മഞ്ഞത്തട്ടം നല്ല സൗണ്ടാണ്. ആദ്യമായിട്ടാണ് പറയുന്നത്. ആരാണ് അവർ മെൻഷൻ ചെയ്യണത്? ഇതൊക്കെ പോണോ കാണല്ലോ.
രണ്ടെണ്ണം സ്പൈസിയാണ് നിൽക്കുന്നത്. കുഞ്ഞുണ്ണി സൂപ്പർ. എൻ്റെ പേരൊന്ന് പറയുമോ? അയ്യോ മൂക്കുത്തി പോകല്ലേ, അയ്യോ മൂക്കുത്തി പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. മൂക്കുത്തി എല്ല് കടിക്കുന്നു. ഇജ്ജ് അവിടെ എന്തേലും പറഞ്ഞോ? ഞാനോ ഞാനത്തെ പറഞ്ഞ ചോർമല്ല അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറന്നുങ്ങാണ്ടൊക്കെ പോവില്ലേ ഞമ്മ. കരുവാരകൊണ്ട് പയ്യാക്കോട്ടിൽ നിന്നാണ് ഇവർക്ക് എന്നെ കളഞ്ഞു കിട്ടിയത്. എല്ലാവർക്കും മനുഷ്യന്റെ പണി ആയിക്കുമല്ലോ. എനിക്ക് പെറ്റ് ഇഷ്ടമാണ്. കുട്ടികൾ ഉറങ്ങിയോ? അത് ഫാത്തിമയാണേ. ഈ ഫാത്തിമക്ക് എന്തോ ഒരു പ്രശ്നം കേട്ടോ. അയ്യോ ഇനി എനിക്ക് ചത്താലും ചിലപ്പോ ഐ ലവ് യു പറയുന്നു, ചിലപ്പോ പോടി എന്ന് പറയുന്നു, ചിലപ്പോ തടിച്ചി എന്ന് പറയുന്നു, ചിലപ്പോ മെലിച്ചി എന്ന് പറയുന്നു. ഫാത്തിമക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അന്യനാണ് ഫാത്തിമ. ഓ ഇത് കുഞ്ഞോൾ CP ലൈവായിരുന്നു. ഞാൻ കുടുംബശ്രീ ലൈവ് മീറ്റിംഗ് ആണ്. മാറി. ഓ ഫാത്തിമക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ടാണ്. ഇടക്കൊരു നാഗവല്ലി കേറും, ഇടക്ക് മേത്ത് കൂടി ചേക്കുട്ടി കരിക്കുട്ടി ആരൊക്കെ പാഞ്ഞു പോണ്ട്. ഫാത്തിമ ചിഞ്ചുന്റെ ആരാ? ചെറിയ ഓൾ എനിക്ക് തോന്നുന്നു എന്റെ പണ്ടേതോ എന്റെ ഒക്കെ നടിയിട്ടൊരു കൂട്ടുകാരിയാണ്. കമന്റ് വായിച്ചല്ലാതെ പാടുന്നില്ലല്ലോ കുഞ്ഞോൾ. കമന്റ് അങ്ങനെ കുഞ്ഞോൾ ഒരു ദിവസം കാസർഗോഡിലേക്ക് വരൂ പ്ലീസ് ഇൻഷാ അല്ലാ. നമുക്ക് എല്ലാവർക്കും ഒരു പാട്ടാടാം. ഏത് പാട്ടാടാം? കൊക്കര കൊക്കര കോയിക്കുഞ്ഞ പാടാം. മറ്റേ പാട്ടില്ലേ? അത് എല്ലാവർക്കും ഏകദേശം കിട്ടൂലേ? കൊടുക്കും ചിഞ്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇമ്മ ഇപ്പ അനിയൻ അനിയത്തി വല്യമ്മ. ഇമ്മ ഇപ്പ അനിയൻ അനിയത്തി വല്യമ്മ. മാക്സിമങ്ങൾ എന്ന് വരാൻ കാരണം ഇന്ന് വരാൻ കാരണം എന്താണോ? വാവ് കറക്റ്റ് ആള് തന്നെ വായിച്ചു. മറ്റേ കമന്റ് ആക്കാറല്ലേ? അതില് സ്പൈസി മുളക് ഇനി ആ ഏരിയ ഉണ്ട് അത് തന്നെ വരുമോ ബോസ്റ്റ്. ഇപ്പ നിങ്ങളൊന്ന് പിച്ച് കൊടുക്കാനേ അതൊന്ന് പിച്ച് കൊടുക്കാൻ ഇഷ്ടമാണ്. ഫാത്തിമ ഒരു ടാങ്ക് കണ്ടോ? ഫാത്തിമ ഐ ലവ് യു 100 വട്ടം. ചിക്കൻ എല്ല് കുടുങ്ങണ്ട നോക്കാറ്. ഫാത്തിമാക്ക് ചിഞ്ചുവിന്റെ പാട്ട് കേട്ടപ്പോൾ ഇഷ്ടമായി തോന്നുന്നു. യെസ് ഗൈസ് അങ്ങനെ തന്നെയാണ്. തള്ള വൈബ്. യെസ് ഞങ്ങളെല്ലാവരും തള്ളകളാണ്. അതെ ഞാൻ 4 കുട്ടിയുടെ തള്ള, ഓള് 2 കുട്ടി, ഓള് 2 കുട്ടി, ഓള് 1 കുട്ടി. ഒന്നായാലും രണ്ടായാലും മൂന്നായാലും തള്ള തള്ള. ചിക്കൻ കൊതിപ്പിക്കല്ലേ? ചിഞ്ചു കുഞ്ഞോളെ ആരാണ്? എൻ്റെ ഇളച്ചിയാണ്. ചിഞ്ചുവിന് പ്രായമുണ്ട്, വലുതാവുന്നതിനനുസരിച്ച് പ്രായം ഉണ്ടാവൂലേ? ആ എന്നും പ്രായമുണ്ട്, തലച്ചോറില്ലാന്നുള്ളൂ. അതെ മാക്സിപ്പങ്ങൾ എന്ന് വിളിക്കാൻ കാരണം സോറി ഞാൻ മോയന്തല്ല മൊയന്താണ്. അത് മറ്റേ ജസ്നെയാണല്ലോ. ഓൾ ഇങ്ങനെയല്ലോ പറയണ്ടേ ശരിക്കും. അത് മാറിയാണ്. ചിഞ്ചു കുഞ്ഞോൾ മാറിയാണ്. നിങ്ങൾക്ക് രണ്ടാക്കും അരക്കേണ്ടല്ലോ ശത്രുക്കള്. കൊറേ ഉണ്ടല്ലേ? അത് ഞാൻ ആദ്യം മാക്സി ആയിരുന്നു വിറ്റിരുന്നത്. എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബിസിനസ് ഇപ്പോൾ ടൗസറാണ് നിൽക്കുന്നത്. കോഴി കോഴീനെ തിന്നു. കോഴിയല്ല, ഞാൻ കോഴിയാണെന്നോ? കോഴി ഒരിക്കലും പെണ്ണുങ്ങളെ പറയരുത്. ആ സാരി ഡ്രേപ്പിസ്റ്റ് ഹർഷയുടെ ഉമ്മയാണ് ചിഞ്ചു. മാഷാല്ലാ. എനിക്കറിയാം ഹർഷനെ എനിക്ക് നല്ലോണം അറിയാം. ഹർഷന്റെ ഉമ്മ ഞങ്ങളെ ഫാനാണെന്നും എനിക്കറിയാം. നിങ്ങൾ പൊളിയാണ്. ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ പോവല്ലേ? മാക്സിപ്പങ്ങളുടെ വീട്ടിൽ വേറെ മരുമക്കളുണ്ടോ? ആ ചോദിച്ചെന്തിനാണ്? എപ്പോഴും ഇവിടെ ആയിട്ടാണ്. ഒറ്റ മരിയോളൂ. ഒറ്റ മതിയുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ അവളിങ്ങനെ എഴുതുന്നത്. കവറ് ലൈവ് കഴിയുമ്പോ തീരുമാനമാ. ചിഞ്ചു ലവ് യു. കമന്റ് നോക്കൂ. ടിഷ ഉറങ്ങോ? സിയാൻ ക്രാഫ്റ്റ് ഹായ്. എടി ഇച്ചൊരു ഗ്ലാസ് വെള്ളം കൊടുന്നേര്. നിങ്ങൾ കരുവാരക്കുണ്ടക്ക് വന്നിക്കണോ? കരുവാരക്കുണ്ട് തന്നെയല്ലേ? പിന്നെ ഓളെ വീട് അവിടെ
ചിഞ്ചു വെള്ളം ഇറക്കുന്നു അത് വെള്ളം ഇറക്കിയല്ല, എനിക്ക് നല്ല കാറലുണ്ട് ഇവിടെ. അപ്പൊ ബുദ്ധിമുട്ടോണ്ട് ഇങ്ങനെ ഓലെല്ലാരും ഉണ്ടാടെ ഓലെല്ലാരും ഉണ്ടാടെ വലിയോലെ കുഞ്ഞോളെ ആരാണ് ഒക്കെ ഇന്റെ വലിയ നാത്തൂന് കൺട്രോൾ പോകണല്ല. അൻഷിഫിന്റെ വലിയ പെങ്ങള് ആര് ആരടിയാണോ ആ ജസ്ന ഞാൻ ചിഞ്ചു എടി കുഞ്ഞു അൻഷിഫിന്റെ കാക്കുവാണ് ഗേസ്. ഓനും ഞാനും 1.5 വയസ്സിന്റെ വ്യത്യാസം. കുഞ്ഞോളും വീട്ടിൽ പോയില്ലേ? ഞാൻ പോയിട്ടില്ല, കുട്ടിയൊക്കെ സ്കൂൾ മാസമല്ലേ. മദർസ ഉണ്ടായിരുന്നു. അൻസിഫിനെ തരുമോ എനിക്ക്? യെസ് ഓഫ് കോഴ്സ്. വെള്ളം ഇറക്കുന്ന കോഴി തിന്നുന്ന കണ്ടിട്ട് അൻസിഫിനെ ദാരിദ്ര്യമൊന്നുമില്ല. പ്ലീസ്. അത് ആ കോയിനോടുള്ള ഇഷ്ടം കൂടി. നിങ്ങൾ റിച്ച് ഫാമിലിയാണ്. യെസ് റിച്ച് പ്യൂർ അല്ല റിച്ച്. അൻസിഫിനെ വിളിക്കരുത് പ്ലീസ്. ഞാൻ പോയി ഗേസ് കുറച്ച് പഞ്ചാര കഴിച്ചു വരാം. പഞ്ചാര കഴിച്ചു വരാം. ഭയങ്കര ഒരു സ്പൈസി ബ്രോസ്റ്റ് അല്ലല്ലോ കൊടുത്തേ. കുറച്ചോന്നെ പെരും വരികയാണ് ഒന്ന് വരിക. അബ്രൂനൊക്കെ 2 പീസൊക്കെ പെട്ടി കാലിയാക്കണ്ടേ എഴുതിട്ടേക്കാരം. ഉണ്ടോ? ഞങ്ങൾക്കുണ്ടോ? കുട്ടികൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ്. മോന്റെ ബ്രോസ്റ്റ് ആണത്. ടീഷ ഉറങ്ങാണ്. ഞങ്ങളിപ്പോ ഞങ്ങൾ ഹാളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ചിഞ്ചു സ്ലിം ആയി കാണിച്ചു കൊടുക്കണം. യെസ്, ഞാൻ സ്ലിം ആയി കാണിച്ചു കൊടുക്കും ഇൻഷാ അല്ലാ. നമുക്ക് 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടും അതൊന്നും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് നല്ല രീതിയിൽ നല്ല ശരീരത്തിന് കേടില്ലാത്ത രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മാസമെങ്കിലും വേണം. അത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ചിഞ്ചു എൻ്റെ കരളോ ഫാത്തിമാക്കാരോ തലക്കൊന്ന് കൊടുത്തു. ഇമ്മ കുഞ്ഞിനെ അന്റെ ആവശ്യം സ്പൈസി ആയിട്ടിരിക്കണത്. സ്പൈസി മാത്രമേ ഉള്ളൂ. അല്ലേ സ്പൈസി 2 പാക്കും നോർമൽ 1 പാക്കുമാണ്. ഇതൊക്കെ സ്പൈസിയാണ്, ഇതൊക്കെ എരിയണാണ്. എടാ സ്പൈസി സ്പൈസി കളർ ചേഞ്ചിങ് ഉണ്ട്. ഇത് സ്പൈസിയാണ്. അതൊക്കെ ഓല അങ്ങോട്ട് എടുത്തോളൂ റാഷിദ. നമ്മളിപ്പോ ഇന്നൊന്നേലും കാണുന്നോടൊക്കെ ഞാനൊരു പീസ് ഒന്നും കമന്റ് വായിക്കട്ടോ. സ്പൈസി. ചിഞ്ചു ജോലി ചെയ്യുന്നുണ്ട്. ചിഞ്ചു ജോലി ചെയ്യുമ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ലൈവ് കാണുന്നവർക്ക് ബ്രോസ്റ്റ് ഉണ്ടാവും. അജാതി തീറ്റാണ് സ്പൈസി ആണല്ലോ. ആരൊക്കെ എവിടൊക്കെ ഉണ്ടായാലും കേസ് അവസാനം ഞാനും എന്റെ കുഞ്ഞോളും ബാക്കിയാവും. ഒരാൾക്ക് അട്ടിട്ട് വെച്ചു. പോയോ? നിങ്ങൾ വന്നപ്പോ എത്ര പീസ്? നല്ല കൊയ്ന്തുണ്ട് നിനക്കറിയാം. എനക്ക് നല്ലോണം കൊണ്ടക്കോലെ അത്. ഒരു മൈക്ക് എവിടെയാണ് കണ്ടിട്ടില്ലേ? പിന്നെ ആ മൈക്ക് കൊണ്ടുപോയി ആ മൈക്ക് കൊണ്ടുവരാൻ പറഞ്ഞ ഓളായോടെ പോയി അൻഷിഫിന്റെ കളർ തന്നെയാണല്ലോ ഷർട്ട്. മഞ്ഞ കളർ ഷർട്ട് എടുത്തപ്പോ നമ്മള് മഞ്ഞയാണെന്നില്ല വർത്താനാണ്. ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാം. ഞങ്ങളെ കട്ടിലിന്റെ ചോട്ടിലാണ് നിങ്ങളെ ഞാൻ ബ്രോസ്റ്റിന് കണക്ക് പറഞ്ഞതൊക്കെ ഇതിൽ കേട്ടപ്പോ സ്പൈസി ആണത്. അതുകൊണ്ടാണ് പോയി കാണാം. ചെറുതാണ്. സബ്സ്ക്രൈബേഴ്സിന് ഒരു കഷ്ണം കൊടുക്കാം. എന്താണ് ഞാൻ കുറവൊക്കെ എടുത്തത്? നിനക്ക് സബ്സ്ക്രൈബേഴ്സിന് ഒരു കഷ്ണം എനിക്ക് വേണ്ട. തിന്നോട്ടോ ഗൈസ്. യെസ്, ബ്രോസ്റ്റ് വേണ്ടോല് വരിക്ക് നിന്നോളി. എല്ലാവർക്കും ഉണ്ട് വട്ടത്തില് സ്പൈസി ആയിച്ചോട്ടോ. 3 ഫുള്ളാണ് കൊണ്ടുവന്നിക്കണേ. പിന്നെ നാളെ നമ്മള് ലൈവ് ഉണ്ടാവൂല അല്ലേ? കാരണം നാളെ നമ്മളെ ലൈവിന് പകരം നമ്മള് നാളെ ട്രിപ്പ് പോവാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഫാമിലി മൊത്തം. അപ്പൊ ഇവര് അമ്മായികളൊക്കെ കുറെ ഇങ്ങനെ പറയുന്നത് ട്രിപ്പ് പോകണമെന്ന്. അപ്പൊ നമ്മള് നാളെ ഒരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ് അല്ലേ? ചിഞ്ചൊക്കെ റെഡി അല്ലേ? ഞാൻ കുറച്ചേരം ഉണ്ടാവും. മഞ്ഞക്കിളി അതെന്തേ? നാളെ വയനാട് ചിഞ്ചിപ്പോ മെയിൻ വർക്ക് എത്തിക്കണേ. അവിടെ ഇരുന്നാ സിപ്പത്തോടെ ഇരിക്കേ.
മറ്റെന്താ പറയാ, ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന ഗൈസ് ബ്രോസ്റ്റ് കഴിയുന്ന വഴി കാണില്ല. ഓക്കെ, കമന്റ് വായിക്കട്ടോ. ചിപ്പത്തിന്റെ ഒക്കെ പാട്ടൊക്കെ കയറിയിരിക്കും. ഇനി ചിഞ്ചുവിന്റെ പാട്ട് കയറാണ്ട്. പറഞ്ഞത് അത് മോട്ടറാണോ? ഞാൻ പറഞ്ഞതിനെ പറ്റി എന്ത് ലൈവ് ചിഞ്ചു മൊട്ടാണ്, ചിഞ്ചു ഗർഭിണിയാണ്, ഇല്ലാത്ത പറയരുത്. ചിഞ്ചു ചക്കരയാണെന്നൊക്കെ പറഞ്ഞോളൂ. മൂക്കുത്തി പെങ്ങൾ സൂപ്പറാണ്. എല്ലാവരും ഇന്ന് വിരുന്നാണോ? അല്ല, കുഞ്ഞോട് പടി പറഞ്ഞു. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഒരു ഇളച്ചനുണ്ട്, ഇളച്ചിയുണ്ട്, പിന്നുള്ളത് 2 മൂത്തച്ഛന്മാരുണ്ട്, 2 മൂത്തച്ചികളുണ്ട്, അതിലുള്ള പിഞ്ചോമനകളും ഉണ്ട്. അതെ, അതിലുള്ള കുറച്ച് മക്കളും. എനിക്ക് വയനാട് എവിടെയാ വരുന്നത് ചിഞ്ചുത്താത്ത? വയനാട് എവിടെ വരുന്നതെന്ന് കറക്റ്റ് ലൊക്കേഷന് എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കേ അറിയുള്ളൂ. ഓളോട് ചോദിച്ചിട്ട് ഇപ്പം പറഞ്ഞു തരാം. എൻ്റെ ഫോൺ എടുക്കും, അതന്നെ ഫോൺ എടുക്കാം. ഓൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കും. വയനാട് ലൊക്കേഷൻ. അവിടുന്ന് ചോറുന്നല്ലേ? അല്ല, നല്ല വൻ പരിപാടിയാണ്. കല്യാണം. പെണ്ണിന് സ്വർണ്ണം ഇട്ടിട്ട് നടക്കാൻ പറ്റാന്നറിയാം. ഇയാളൊക്കെ അത് തിന്നാ പെടും. വയനാട് എവിടെ സ്ഥലം? കൂലിവയലോ? ഇതാണ് പൊട്ടിച്ചത് തീരുമാനമായിട്ടില്ലേ? ബ്രോസ്റ്റാണ് തീരുമാനമായിട്ട് പോകാൻ. ബ്രോസ്റ്റ് തിന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകും. എന്റെ കുട്ടികൾക്ക് നാളെ സ്കൂളുണ്ട്, മദ്രസയിൽ എക്സാം ഉണ്ട്, എല്ലാതും ഉണ്ട്. അൻഷിഫ് മൂനിക്കൽ. ചിഞ്ചു ഡയറ്റ് ആയതുകൊണ്ടാണ് ബ്രോസ്റ്റ് കഴിക്കാത്തത്. അല്ല, ഞാനൊന്നാണ് മാറ്റിച്ച് പോന്നു. പറേ. ഇതിന് വെള്ളമുണ്ടോ? ഒന്നുമില്ല. ഞങ്ങൾക്ക് എന്റെ വർക്ക് ചോദിച്ചിരുന്നു പോലെ. അപ്പൊ കൂലിവയലാണ്. കൂലിവയൽ, വയനാട് കൂലിവയൽ. കൂലിവയലോ? കൂലില്ലാത്ത വയല. അതെ, പക്ഷെ അവിടെ ഉള്ളവർക്ക് ഭയങ്കര കൂലിയാണെന്ന് പറഞ്ഞു. ശരി. എന്ത് അഞ്ചിന്റെ 2 ചീത്ത കേൾക്കാഞ്ഞിട്ട് രസമല്ല. കാക്കുവേ ബ്രോസ്റ്റ് തീരെ വരുതി പാഞ്ഞിക്കണം. വിരുന്ന് വന്നതല്ല കൈസ്, വെറുതെ കുറച്ച് ഞാൻ പോകും. നമുക്ക് ഡയറ്റ് ആണെങ്കിലും ചിക്കൻ കഴിക്കാട്ടോ. 800 ഗ്രാം ചിക്കൻ നമുക്ക് ഒരു ദിവസം കുത്തിക്കയറ്റാം. കൂലിവയലാണ്. കൂലിയല്ല, ഞങ്ങള് പാവങ്ങളല്ലേ. കൂലിവയലാണ്. ടോക്കെ കൂലിവയലിലാണ് ഞാൻ വരുന്നത്. കൂലിയാണ് കൂലി. യെസ്, കൂലി അറിഞ്ഞെന്താ മച്ചോല കുച്ചിരുന്ന സ്ഥലമാണ്. ശരിക്കും ഇംഗ്ലീഷിൽ KOOLI ആണ്. അപ്പൊ കൂലിന്നും വായിക്കാം, കൂലിന്നും വായിക്കാലോ. അൻഷിഫില്ല, ഞാൻ പോവുകയാണ്. കുഞ്ഞുണ്ണി മതി തിന്നത്. ഞാൻ തിന്നിട്ടില്ല, എന്റെ എപ്പോഴോ കഴിഞ്ഞു. തള്ളച്ചി, കുഞ്ഞോൾ തള്ളച്ചി. യെസ്, ഞാൻ തള്ളച്ചിയാണ്. ഓളെന്നെ പറഞ്ഞിട്ട് അൻഷിഫ് ആയി. എന്തായി? അൻഷിഫ് ആയിന്നോ? അഞ്ചിപ്പായി. സോന ഒരു ഗ്ലാസ് വെള്ളം എടുത്തോന്നാ. കുഞ്ഞോളെ സ്നേഹം. എടാ, ഒരു കപ്പിലെടുത്തോ. ആ പാട്ടിലെടുത്തോ. എടാ, ഫ്രിഡ്ജിലുണ്ട് വെള്ളം. ഒരു പാട്ടില്. നിങ്ങൾ നാളെ എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നത്? ഞങ്ങൾ വാടിയമ്പലം. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. മേക്കപ്പ് ആർട്ടിസ്റ്റ്. നിങ്ങളെ വീട്ടിൽ ബ്രൈഡ്സ് ഉണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതും ഗ്ലാസ് സ്കിൻ, ലോ ബഡ്ജറ്റിൽ. എന്നെ എന്താ വേണമെങ്കിൽ വേഗം കോണ്ടാക്ട് ചെയ്തോളൂ. പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. തിന്നാൻ വന്നതാണോ അതോ വിരുന്ന് വന്നതാണോ? രണ്ടും. ബ്രോസ്റ്റ് എങ്ങനെയുണ്ട്? വിരുന്ന് വന്നു. അടിപൊളി, നല്ല സ്പൈസി ബ്രോസ്റ്റ്. മാക്സിമം പാവാണില്ലേ? യെസ് ഗൈസ്, 2 വട്ടം പാവം. ഇങ്ങനെ തിന്നല്ലേന്ന്. കല്യാണം കഴിഞ്ഞ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഐഷുമ്മ എവിടെയെന്ന്? ഐഷുമ്മ എന്താ കുട്ടികൾക്ക് ബ്രോസ്റ്റ് ഒക്കെ ഓരിയേക്കാൻ വേണ്ടി പോയിക്കണം. ഉമ്മയാണ് ഇവിടെ സ്പൈസി കൊടുത്തും ചെയ്തിരുന്നു കുട്ടികൾക്ക്. 2-3 കൊടുത്തിക്കണില്ലേ? പാട്ടിൽ വെള്ളം കൊണ്ടുവന്നാലോ? ഒരു പാട്ട് പാടിയാലാണെങ്കിൽ. ഹായ് കുഞ്ഞോൾ. ഹായ്. ഫദ്ലെ, താങ്ക് യു. എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ഓളെ മിൻസാർഷിദ് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ. വിരുന്ന് വരുമ്പോ നമ്മൾക്ക് തിന്നാനുള്ള കൊണ്ടല്ലേ, അത് സ്വാഭാവികം. നിങ്ങളെ വെയിറ്റ് ഒന്ന് പറയൂ. വെയിറ്റ് എത്ര?
ബ്രോസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ല സ്പൈസിയാണ്, നല്ല ഇഷ്ടമായിട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരും പോയി കിടന്നു തുടങ്ങിക്കൂടെ മക്കളെ ഒന്നും. ഹായ് 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 എല്ലാവരോടും ഹായ്. പക്ഷെ ഇത് നല്ല സ്പൈസി ബ്രോസ്റ്റ് അടിപൊളി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ബ്രോസ്റ്റ് കഴിക്കൂല, എനിക്ക് അൽഫാം ഇതൊക്കെ ഇഷ്ടം. എനിക്ക് പക്ഷെ ഇപ്പൊ അൽഫാമിനിലാറ് ഇഷ്ടം ബ്രോസ്റ്റ്. ഒന്നാമത് ഇത് സ്പൈസി ആയതുകൊണ്ട് കുഞ്ഞുണ്ണിന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് ഗൈസ് അത്. 2 പീസ് ചിക്കൻ ഫുള്ളായിട്ട് നിലത്തിട്ട് ഉരച്ചിരിക്കും. പാവം പെറുക്കുണ്ട് കേട്ടോ. കുഞ്ഞോൾ 4 കുട്ടികളുടെ തള്ളച്ചിയല്ലേ മതി തിന്നത്. യൂട്യൂബ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ലൈവ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും. ആ പോസ്റ്റ് ബ്ലോഗ് എന്നൊക്കെ ഉണ്ടല്ലോ, ഷോർട്സ് ആയിട്ട് ഇപ്പോഴത്തെ ലൈവ് ബട്ടൺ വെക്കാനോ. അപ്പൊ ഗൈസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലൈവിലുള്ളവരോട് ഞാനൊരു വർത്തനം പറയട്ടെ. ലൈവിലുള്ള ഗൈസ് അപ്പൊ ലൈവിലുള്ളവരോട് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ നാളേക്കുള്ള വ്ളോഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഉണ്ട്, നിങ്ങൾ തോട്ടക്ക് മീൻ പിടിച്ചാൻ പോയി മോന്തി കുത്തി വീണ അതല്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു വ്ളോഗ് ഇട്ടിക്കണേ, ഫുള്ള് ഉമ്മാന്റെ തേങ്ങ ആട്ടലൊക്കെ പാടെ കൂടിയിട്ട്. അപ്പൊ ആ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ലൈവ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യാ, മണ്ടിക്കൂളി അങ്ങോട്ട് ലൈവ്ക്ക് വ്ളോഗ് കാണാൻ പോയിക്കൂടി. ഓക്കെ, നാളെ ലൈവില് നിങ്ങളെ കമന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നാളത്തെ വീഡിയോയില് വ്ളോഗില് നാളെ 2 മണിക്ക് വരും നമ്മുടെ വീഡിയോ. ഓക്കെ അനുസരിച്ച് സ്വന്തം സ്വഭാവം. കുഞ്ഞോളെ പൂക്കി പർപ്പിൾ വെള്ളക്കുപ്പി കാട്ടി കൊടുത്തു. ഞാൻ പൂക്കി വെള്ളക്കുപ്പി വള്ളർക്കാണ്. ഫുള്ള് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നാളത്തെ വീഡിയോയിൽ വരും കേട്ടോ നിങ്ങളെ കമന്റ്സ് ഒക്കെ. മൂക്കുത്തിപ്പേങ്ങയുടെ തത്തത്തിലൊക്കെ എണ്ണ ആയല്ലോ താത്ത. ആക്ര കൊണ്ടാണ് ആക്ര കൂടിയിട്ടാണ്. ആക്ര മറ്റേ മൂക്കുത്തി പങ്കക്ക് ആക്രാന്ത് ചിക്കൻ കാണുമ്പോൾ ആക്രാന്ത്. എന്റെ വീട് എടവണ്ണ, പെങ്ങന്മാരുടെ വീട് എവിടെയാണ്? പൊട്ടിയോ? അതെ, അവളെ കയ്യിൽ നിന്ന് പാത്രം പൊട്ടി. മൂക്കുത്തി പെങ്ങളുടെ അവറുകൾ നമ്മളെ കുറിച്ച് കമന്റ് ഇടുന്നു. അടുക്കളയിൽ കൊണ്ടുവരുന്ന മൈക്ക് അടുക്കളയിൽ കൊണ്ടുവരുന്ന. ഞാൻ അടുക്കളയിൽ കൊണ്ടെങ്ങാണ്ട് സ്വകാര്യം പറയുമ്പോഴോട് എടുത്തോ ബ്രോസ്റ്റ് എടുത്തോ. പക്ഷേ ഉമ്മ ഉള്ള ബ്ലോഗ് സൂപ്പർ ഒന്നും വേറെ പണിയില്ല. ഞങ്ങളെ പണിയെല്ലാം കഴിച്ചിട്ടാണ് ഗൈസ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഞങ്ങള് പിന്നെ ഇന്നല്ല